ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, വിശ്വാസ പരിശീലകരെ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഏവർക്കും പുതുഞായറിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുന്നു. പുതുഞായർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് തോമാസ് ശ്ലീഹായാണ്. വിശുദ്ധ തോമാസ് ശ്ലീഹായിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഉത്ഥാന തിരുനാളിലേക്ക്, ഉയർപ്പ് തിരുനാളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ് ആദ്യത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നമ്മളെല്ലാവരും ഉത്ഥാന തിരുനാൾ ആഘോഷിച്ചത്. രക്ഷാകര ചരിത്രത്തിൻ്റെ കേന്ദ്രബിന്ദു, സെൻട്രൽ പോയിന്റ്, അതായത് ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ സെൻട്രൽ പോയിൻ്റാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഉത്ഥാനം അല്ലെങ്കിൽ ഉയർപ്പ്. അതുകൊണ്ടാണ് ആരാധനക്രമ മത്സരത്തിൽ അതിനെ തിരുനാളുകളുടെ തിരുനാൾ, ഏറ്റവും വലിയ തിരുനാൾ, പുരാതന തിരുനാൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശേഷിപ്പിക്കുക. ഈ ഉത്ഥാന തിരുനാൾ കഴിഞ്ഞ് നമ്മൾ മുന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഉദിതനായ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക്, താൻ സ്നേഹിക്കുന്ന ശിഷ്യന്മാർക്ക് വ്യത്യസ്ത അവസരങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ചില സന്ദർഭങ്ങൾ നമുക്കൊന്ന് കണ്ണോടിക്കാം. മഗ്ദലനാക്കാരി മറിയം ഈശോയുടെ മരണത്തിൽ സങ്കടപ്പെട്ട്, നിരാശപ്പെട്ട്, ഇനി എന്ത് ചെയ്യണമെന്ന് ആകുലപ്പെട്ടുകൊണ്ട് പിറ്റേ ദിവസം കല്ലറയിലേക്ക് ഓടിച്ചെന്ന അവളുടെ അടുത്ത് ഒരു തോട്ടക്കാരനായിട്ടാണ് ഈശോ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ അവിശ്വാസത്തിൻ്റെ ആ ഇരുളുകൾ മാറ്റി ഈശോയെ കാണാനായിട്ട് മഗ്ദലന മറിയം ശ്രമിച്ചപ്പോൾ ഈശോയെ കാണാനായിട്ട്, ഈശോയുടെ സന്തോഷം അനുഭവിക്കാനായിട്ട് അവൾക്ക് സാധിച്ചു. വീണ്ടും നമ്മൾ മുന്നിലേക്ക് നടക്കുമ്പോൾ എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരെ കണ്ടുമുട്ടുന്നുണ്ട്. തങ്ങളുടെ കൂടെ ഒരു സഹയാത്രകനായിട്ട് കൂടെ കൂടിയ ഒരു വ്യക്തി, ആ വ്യക്തി സംസാരിക്കുമ്പോൾ അവർ നോട്ട് ചെയ്ത ഒരു കാര്യം, അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നു. വീണ്ടും അവർ താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. തങ്ങൾ സ്നേഹിക്കുന്ന ഗുരുവാണെന്ന് തിരിച്ചറിയുകയുണ്ടായി. എമ്മാവൂസിലെ ശിഷ്യന്മാരുടെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും മുന്നിലേക്ക് നടക്കുമ്പോൾ തിബീരിയൂസ് കടൽ തീരത്ത് മീൻ പിടിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ശിഷ്യന്മാരെ കണ്ടുമുട്ടുന്നു. രാവും പകലും അധ്വാനിച്ചിട്ട് അവർക്കൊന്നും തന്നെ കിട്ടിയില്ല. അവിടെയും ഉദിതനായ ഈശോ വ്യത്യസ്തമായ രീതിയിൽ അവരെ സമീപിച്ച് മീൻ പിടിക്കാനായിട്ട് അവരെ സഹായിക്കുകയാണ്. ഇന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തിൻ്റെ പിതാവായിട്ടുള്ള തോമാസ് ശ്ലീഹായെയും നമ്മൾ കണ്ടുമുട്ടുന്നു. വിശുദ്ധ തോമാസ് ശ്ലീഹായ്ക്കും ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിലാണ് ഉദിതനായ ഈശോ പ്രത്യക്ഷപ്പെടുന്നത്. ഉദിതനായ ഈശോ തൻ്റെ അനുഭവം പങ്കുവെക്കാനായിട്ട് ക്ഷണിക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു അവസരം വിശുദ്ധ തോമാസ് ശ്ലീഹായ്ക്ക് ഒരുക്കി കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ ഈ കാറ്റഗറിയിലുള്ള ആളുകൾ, മഗ്ദലനാക്കാരി മറിയം, എമ്മാവൂസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാർ, തിബേരിയൂസ് കടൽ തീരത്ത് മീൻ പിടിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാർ, തോമാസ് ശ്ലീഹ, ഇവരിലെല്ലാവരിലും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സാണ് ഈശോയുടെ അനുഭവം സ്വന്തമാക്കാനായിട്ട്, അല്ലെങ്കിൽ ഉദിതനായ ഈശോയെ കണ്ടുമുട്ടാനായിട്ട് അവരെ ക്വാളിഫൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകം അല്ലെങ്കിൽ ഫാക്ടർ. ഈ ഫാക്ടർ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ട്. പക്ഷേ ഈ ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ ഈ ഘടകങ്ങളെ മാറ്റി വെച്ചിട്ട് നമ്മൾ പലപ്പോഴും ഈശോയെ അന്വേഷിക്കാറാണ് പതിവ്. അത് എൻ്റെയും സ്വഭാവമാണ്, നിങ്ങളുടെയും സ്വഭാവമാണ്. എൻ്റെയും ജീവിത രീതിയാണ്, നിങ്ങളുടെയും ജീവിത രീതിയാണ്. മഗ്ദലനാക്കാരി മറിയം ഈശോയുടെ മരണശേഷം വളരെ നിരാശപ്പെട്ടിരുന്നു. ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടായി, അവൾക്ക് സങ്കടമുണ്ടായി. കാരണം താൻ ഏറ്റവും സ്നേഹിക്കുന്ന ഗുരുവാണ്. എമ്മാവൂസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാരും അവരുടെ വാക്കുകളിൽ നമ്മൾ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഘടകങ്ങൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സങ്കടപ്പെട്ടിരുന്നു, ഭയമുണ്ടായി, ഇനി എന്ത് ചെയ്യും, തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അപകടം മണക്കുന്ന ഒരുപാട് നിരാശജനകമായിട്ടുള്ള ചിന്തകളും അവരുടെ ജീവിതത്തിലുണ്ടായി. തിബേരിയൂസ് കടൽ തീരത്തും എല്ലാ പ്രതീക്ഷയും വിട്ടതിന് ശേഷം പഴയ പണിക്ക് തിരിച്ചുപോയ ശിഷ്യന്മാരെയാണ് കാണാൻ സാധിക്കുക. നിരാശപ്പെട്ട് പഴയ ജോലിയിലേക്ക് തിരികെ പോയ ശിഷ്യന്മാരെയാണ് അവിടെയും കാണാൻ സാധിക്കുക. തോമാസ് ശ്ലീഹായുടെ കാര്യവും
വിശുദ്ധ തോമാസ് ലീഹായുടെ കാര്യവും വ്യത്യസ്തമല്ല. അവിടെയും നിരാശയും ഭയവും ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത നിസ്സഹായ അവസ്ഥയും ഇവരിലെല്ലാവരിലും ഉണ്ടായി. എൻ്റെ ജീവിതത്തിലുമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലുമുണ്ട്. ചില സാഹചര്യങ്ങളിൽ, ചില ജീവിത സാഹചര്യങ്ങളിൽ ഇനി എന്തു ചെയ്യണമെന്നും വല്ലാത്ത ഭയവും ഉത്കണ്ഠയും ഭാവിയെക്കുറിച്ചുള്ള ഒരുപാട് ആശങ്കകളും ഇനി എന്തുത്തരമാണ് എൻ്റെ ജീവിത സാഹചര്യത്തെ നോക്കി ഞാൻ പറയേണ്ടതെന്ന് ശങ്കിച്ചു നിൽക്കുന്ന, ഭഗ്നാശരായി നിൽക്കുന്ന ചില ജീവിത സാഹചര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. ഈ ഫാക്ടേഴ്സ്, ഈ ഘടകങ്ങളെ വെച്ചുകൊണ്ട് കൈമുതലാക്കിക്കൊണ്ട് എൻ്റെ ഈശോയെ അന്വേഷിക്കുമ്പോഴാണ് അവൻ ക്രിസ്തീയ അനുഭവം നമുക്ക് നൽകുന്നത്. അങ്ങനെ ക്രിസ്തീയ അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് ക്രിസ്തു അനുഭവത്തിൽ പുതിയൊരു ജീവിതം തുടങ്ങാനായിട്ട് ക്രിസ്ത്യാനി തുടങ്ങുന്ന ദിവസത്തെയാണ് നമ്മൾ പുതുഞായർ എന്ന് വിളിക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ പുതുഞായർ നമ്മുടേതായിട്ടുള്ള ആശങ്കകളും നമ്മുടേതായിട്ടുള്ള ഭയവും നമ്മുടേതായിട്ടുള്ള നിരാശയും നമ്മുടേതായിട്ടുള്ള ഉത്കണ്ഠകളും ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം കൊണ്ട് നമുക്ക് ഈശോയെ കാത്തിരിക്കാം. ഉദ്ധിതനായ ഈശോയെ കാത്തിരുന്നാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഘടകങ്ങൾ കൊണ്ട് കാത്തിരുന്നാൽ മാത്രം പോരാ. ഈ കാത്തിരിപ്പിന് ശേഷം അവൻ നമ്മളുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു അനുഭവമായിട്ട് വരും. ഈ ക്രിസ്തു അനുഭവം സ്വന്തമാക്കിയതിന് ശേഷം എൻ്റെ വിശ്വാസം ഏറ്റുപറയണം. മഗ്ദലനാക്കാരി മറിയം ഏറ്റുപറഞ്ഞതുപോലെ, എമൗസിലേക്ക് സഞ്ചരിച്ച ശിഷ്യന്മാർ ഏറ്റുപറഞ്ഞതുപോലെ, തിബേരിയസ് കടൽ തീരത്ത് മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിരുന്ന ശിഷ്യന്മാരെ ഏറ്റുപറഞ്ഞതുപോലെ, അവസാനം നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തിൻ്റെ പിതാവായിട്ടുള്ള മാർത്തോമാസ് ലീഹ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് തൻ്റെ വിശ്വാസം, തൻ്റെ ജീവിതം കൊണ്ട് ഏറ്റുപറഞ്ഞതുപോലെ, ഞാനും ഈ ക്രിസ്തുവാനുഭവം സ്വന്തമാക്കി കഴിയുമ്പോൾ, ഉദ്ധിതനായ ഈശോ എനിക്ക് നൽകുന്ന ക്രിസ്താനുഭവം സ്വന്തമാക്കി കഴിയുമ്പോൾ ഞാനും വിശ്വാസം ഏറ്റുപറയണം. എൻ്റെ ജീവിതത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഘടകങ്ങൾ അവനിൽ സമർപ്പിക്കുകയും അവനെ കാത്തിരിക്കുകയും എൻ്റെ വിശ്വാസം ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ എനിക്കും പുതുഞായർ ആഘോഷിക്കാനായിട്ട് സാധിക്കും. അതായത് ക്രിസ്തീയ ജീവിതത്തിലെ പുതിയൊരു അധ്യായം ആരംഭിക്കാനായിട്ട്, അധ്യായത്തിന് തുടക്കം കുറിക്കാനായിട്ട് മാർത്തോമാസ് ലീഹായെ പോലെ എനിക്ക് സാധിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഇത് ഉദ്ധിതനായ ഈശോയുടെ വാക്കുകളാണ്. ഈ വാക്കുകൾ മുറുകെ പിടിച്ചുകൊണ്ട് തോമാസ് ലീഹായെ പോലെ നമുക്കും ഈശോയുടെ ഒപ്പം സഞ്ചരിക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നേറ്റു പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ